പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ട്. പരിശുദ്ധാത്മാവ് 2 വചനങ്ങളെ ഒരുമിച്ച് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ബൈബിൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. അതാണ് 32 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് വരും. ചിലപ്പോൾ അല്ലേ, ആരുമില്ലെന്ന് തോന്നുന്ന സമയത്താണല്ല മനുഷ്യൻ എന്നാത്തെ ജീവിക്കാനുള്ള തോന്നത്തില്ലേ അല്ലേ? അതാണ് ദൈവം ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഈ വചനത്തെ പരിശുദ്ധാത്മാവ് ഇപ്പോഴെന്നാ ചെയ്യണത്? കർത്താവിൻ്റെ അവസാന വചനവുമായിട്ട് ലിങ്ക് ചെയ്യണം. കർത്താവിൻ്റെ അവസാന വചനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. 28:20 മത്തായിയുടെ സുവിശേഷം 28:20 എന്താണ്? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്താ കാരണം? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതിന് ശാശ്വതമായ പരിഹാരമാണ് കർത്താവ് പറയണത്. എന്താണ്? അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ. അപ്പം നമ്മൾ ഉൽപ്പത്തി 2:18 മത്തായി 28:20 കൂടിയാണ് ലിങ്ക് ചെയ്യണത്. എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് കാലത്തിൻ്റെ അവസാനം വരെ നിനക്ക് ചേർന്ന ഈണ ആരാണത്? മനുഷ്യനല്ല, ദൈവം. കൈ അടിച്ച് കർത്താണ്. ദൈവത്തിനെ വ്യക്തിപരമായാണ് സ്നേഹിക്കേണ്ടതെന്നല്ല അച്ഛൻ പറഞ്ഞത് അല്ലേ? ദൈവത്തെ വ്യക്തിപരമായാണ് സ്നേഹിക്കേണ്ടത്, വ്യക്തിപരമായാണ് വിശ്വസിക്കേണ്ടത്, വ്യക്തിപരമായാണ് പ്രത്യാശിക്കേണ്ടത്. നീതി ഗോപാലകൃഷ്ണൻ എന്നാ പറഞ്ഞത്? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യാശ ഇല്ല. അടിക്കടി ഉണ്ടായിട്ടുള്ള ട്രാജഡിയാണ് എൻ്റെ പ്രത്യാശയെ എടുത്ത് കളഞ്ഞത്. അപ്പം അടിക്കടി ട്രാജഡി ഉണ്ടായാലും ഈ ട്രാജഡിയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് നിന്നെ കരകയറ്റാൻ എനിക്ക് കഴിയും എന്നൊരു സ്ത്രീയോട് കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കുടുംബത്തിലൊരു ട്രാജഡി ഉണ്ടായി, ദാറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിൻ്റെ കുടുംബത്തിലൊരു ട്രാജഡി ഉണ്ടായി, പക്ഷേ ഈ ട്രാജഡിയിൽ നിന്ന്, ഈ ദുരന്തത്തിൽ നിന്ന് നിന്നെ കരയേറ്റാൻ എനിക്ക് കഴിയും. നീ എന്നിൽ വിശ്വസിക്കുന്നു. ആരുടെ ചോദിച്ചാണത്? ആരുടെ ചോദിച്ചാ? മറിയത്തോട്, മാർത്തായോടോ. എന്നാ ചോദിച്ചത്? കുടുംബത്തിൻ്റെ ആണും തൂണും തുണയുമായിരുന്ന ലാസർ മരിച്ചുപോയി, അവൻ ചീഞ്ഞുപോയി. അവൻ്റെ കുഴിമാടത്ത് നിന്നുകൊണ്ടാണ് പറയണത്, നിനക്കിപ്പോൾ പ്രതീക്ഷ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അപ്പം അതല്ല നീതി പറഞ്ഞത്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എൻ്റെ ട്രാജഡി, എൻ്റെ ജീവിതത്തിലെ ട്രാജഡി കാരണം എനിക്ക് പ്രതീക്ഷയില്ല. ട്രാജഡി ആയാലും നിനക്ക് കർത്താവിൽ പ്രതീക്ഷിക്കാം. അതാണ് യോഹന്നാൻ 11:26. എന്താ പറയണത്? കർത്താവ് 11:25 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോഴേ മാർത്ത പറയണത് അവളുടെ പ്രതീക്ഷയാണ്. കർത്താവേ, നീയാണ് എൻ്റെ പ്രതീക്ഷ. ട്രാജഡി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നീയാണ് എൻ്റെ പ്രതീക്ഷ. എന്താണ്? ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണ് നീയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയും. അപ്പം ഈശോ വിശ്വാസം മാത്രമല്ല, ഈശോ എന്താണ്?
പ്രതീക്ഷ കൂടിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്ത് ദുരന്തം ജീവിതത്തിലുണ്ടായാലും മാർത്തായെ പോലെ നിന്നിൽ പ്രത്യാശിക്കുവാൻ, നിന്നിൽ പ്രതീക്ഷിക്കുവാൻ എന്നെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, വിദേശ ജോലികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പരീക്ഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ കർത്താവേ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അവിടുത്തെ വചനം ശക്തിയായി തീരണമേ. അങ്ങിൽ പ്രത്യാശ വെക്കാൻ, അങ്ങിൽ ശരണപ്പെടാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ എന്താ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോ ഒരു വ്യക്തിയാണ്, അല്ലേ? ഈ വ്യക്തിയെ ഈ വ്യക്തി നമ്മുടെ കൂടെയാകണം. എപ്പോഴാ? ഈശോ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഈശോ ഒരു വ്യക്തിയാണ്. രണ്ടാമത് എന്താ പറയണത്? വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന ഒരു ഇണ പോലെയാണ് നമ്മുടെ കൂടെ അന്ത്യം വരെ. ഭാര്യയായാലും ഭർത്താവായാലും അന്ത്യം വരെ ഇല്ല, ദൈവം മാത്രമേ അന്ത്യം വരെ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യണത്, ബന്ധത്തിലാകണത്? ഒന്ന്, വിശ്വാസം വഴി. രണ്ട്, പ്രത്യാശ വഴി. മൂന്ന്, സ്നേഹം വഴി. ഇത് മൂന്നും കർത്താവ് ചോദിച്ചതാ, ഇല്ലേ? ഈ വ്യക്തി, കർത്താവാകുന്ന വ്യക്തിയിലേക്ക് നമ്മളെ ഘടിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് 3 ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്നെ വിശ്വസിക്കുന്നുവോ? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നു? നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എപ്പോഴാ? മത്തായിയുടെ സുവിശേഷം 16:13. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹ. അപ്പോഴെന്താണ്? വിശ്വാസമാണ്. നമ്മുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, ഡു യു ബിലീവ് ഇൻ സൺ ഓഫ് ഗോഡ്? ദൈവപുത്രനെ നീ? അങ്ങനെ എന്നെ കർത്താവ് ചോദിച്ചത്. അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9:35 യോഹന്നാൻ 9:35 അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയപ്പോൾ കണ്ണിലെ ചേറ് പുരട്ടി സിലോഹോ കുളത്തിൽ കഴുകാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടിട്ട് അവൻ കഴുകി കാഴ്ച ഉള്ളവനായി തിരിച്ചു വന്നപ്പോഴേ ആരാണ് തന്നെ സുഖപ്പെടുത്തിയെന്നവന് മനസ്സിലായില്ല. ദേവാലയത്തിൻ്റെ ഏതോ ഒരു മണ്ഡപത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഡു യു ബിലീവ് ഇൻ സൺ ഓഫ് മാൻ? നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? യോഹന്നാൻ 9:35 നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചത്, അല്ല ഒരു തത്വസംഹിതയിൽ വിശ്വസിക്കുന്നു എന്നല്ല ചോദിച്ചത്. ക്രിസ്ത്യാനിറ്റി ഒരു തത്വസംഹിതയല്ല, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ് ക്രിസ്ത്യാനിറ്റി. ദൈവത്തെ നീ അനുഭവിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുമായിട്ടാണ് നീ കൺഫ്രണ്ട് ചെയ്യണത്. അതെങ്ങനെ? നിൻ്റെ വിശ്വാസം കൊണ്ട്. അതെങ്ങനെ? നിൻ്റെ പ്രത്യാശ കൊണ്ട്. അതെങ്ങനെ? നിൻ്റെ സ്നേഹം കൊണ്ട്. അതുതന്നെയാണ് എൻ്റെ പത്രോസിനോട് ചോദിക്കുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21:16 യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി. അതാണ് സംഭവം. ഇപ്പം സ്നേഹമെന്ന് പറഞ്ഞാലും വിശ്വാസമെന്ന് പറഞ്ഞാലും അധികം ഉണ്ട്, സ്റ്റെപ്പുകളുണ്ട്, ഇല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്നേഹത്തിന് ഒരു ഗ്രേഡേ ഉള്ളൂ, ഒരു സ്റ്റെപ്പേ ഉള്ളെന്ന്. അങ്ങനെയല്ല, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം എത്രയോ ആൾക്കാരെ കൊണ്ടുവന്നാലും കർത്താവ് ചോദിക്കുന്നു, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിൻ്റെ മകനെ കൊണ്ടുവന്നാൽ നീ മകനും കൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് ചോദിക്കും, നിൻ്റെ മകൻ്റെ പേര് സജ്ജി.
അവനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഭർത്താവിനെ കൊണ്ടുവന്നാൽ ചൊല്ലി നിന്റെ ഭർത്താവിൻ്റെ പേര് മാത്യുവിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോഴാണ് പ്രശ്നം. നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയ നമ്മുടെ പ്രത്യാശയെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുടെ പ്രത്യാശയിൽ നിന്ന്. അപ്പോൾ ഈ കാര്യത്തിനൊരു കോമ്പറ്റീഷൻ ആവശ്യമാണ്. മത്സരം ആരോഗ്യപരമല്ലെന്ന് ബൈബിൾ പറയും. പരസ്പരം മത്സരിക്കുന്നവരെ വിഡ്ഢികളാണെന്ന് ഫിലിപ്പിയർ 2:3 പറയും. പരസ്പരം മത്സരിക്കുന്നവർ വിഡ്ഢികളാണെന്ന്. പക്ഷേ താരതമ്യപ്പെടുത്തുന്ന വിഡ്ഢിയാണെന്നാണ് പറയണത്. പക്ഷെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള പ്രത്യാശയിൽ യു ക്യാൻ ഹാവ് കമ്പാരിസൺ. അങ്ങനെയാണ് നമ്മൾ വളരണത്. ഓരോ ദിവസവും ഓരോ വിഷയം വരുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, എൻ്റെ വിശ്വാസം ഇന്ന വ്യക്തികളുടെ വിശ്വാസത്തെക്കാൾ വലുതായിരിക്കണം. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ യോഗ്യത നേടാൻ വേണ്ടിയാണ്. കാര്യം വിശ്വാസം എപ്പോഴും ഡൈനാമിക്സാണ്, വളരണം. അല്ല നിനക്ക് കുർബാനയേക്കാൾ പാടുന്ന കാലത്തുണ്ടായ വിശ്വാസമാണ് നിനക്കിപ്പോഴും ഉള്ളത്. നിനക്ക് വയസ്സ് 57 ഉണ്ട്, പക്ഷേ 7 വയസ്സുള്ള കാലത്തുണ്ടായിരുന്ന വിശ്വാസം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതാണ് ഉണ്ടപ്പക്കുറവ് എന്ന് പറഞ്ഞിരിക്കണം. വിശ്വാസ കാര്യത്തിൽ ഉണ്ടപ്പക്കുറവായി പോയില്ലേ? ഇല്ലേ? സിനിമയിലൊരു ഉണ്ടപ്പക്കുറവില്ലേ? അയാൾക്ക് 47 വയസ്സുണ്ട്, കണ്ടാൽ 8 പൈസ ഉള്ളെന്ന് തോന്നുന്നു. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ സംഭവിച്ചു. ജീവിതത്തിൽ നമുക്ക് 56 വയസ്സുണ്ട്, പക്ഷേ വിശ്വാസം പണ്ടത്തെ കുർബാനയ്ക്കൽ പാടുന്ന കാലത്ത് പഠിച്ച കാര്യമേ ഉള്ളൂ, അത്രയും വിശ്വാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ദൈവം ഓരോ വിഷയം തന്നത്, ഇല്ലേ? ഓരോ വിഷയം തരികയാണ്. ഓരോ വിഷയം തന്നിട്ട് നമ്മൾ ചോദിക്കും, എന്താ ചോദിക്കണത്? ഞാൻ ആരാണെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി, ബേബി ചേച്ചി, ട്രിച്ച് കൊടുത്ത ബേബി ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ല. അവസാനം എന്നാ പറഞ്ഞത്? അവിടെ തലേന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി, നട്ടല് വഴി വരുന്നതാണത്. തലേ കെട്ടിക്കിടന്നിട്ട് ആ വെള്ളം അകത്ത് വേണ്ട വെള്ളമാണ്, അല്ലാതെ വേണ്ടാത്ത വെള്ളമല്ല, ബോഡിക്ക് ആവശ്യമുള്ള വെള്ളമാണത്. എന്നിട്ട് അത് വെറുതെ ലീക്ക് ചെയ്ത് ഒലിച്ച് പുറത്തേക്ക് പോകും. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയായില്ല, പിന്നെ അത് തന്നെ വന്നു. ഇപ്പം എന്നാ ചെയ്തിരിക്കണത്? അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലമെടുത്ത് തലയിൽ തേച്ചു. ഉടമ്പടി തൈലം എന്നാ തൈലമാ? കർത്താവുമായി നമ്മൾ ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ്. അല്ലാതെ അത് വെളിച്ചെണ്ണയും ഒലിവെണ്ണയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കി കളയരുത് അതിനെ. ആ എണ്ണ ഇങ്ങെടുത്താ, ആ തൈലം ഇങ്ങോട്ടതാന്നല്ലേ പറയണത്. അവരെന്നാ പത്രം ചുമന്നുകൊണ്ടിരുന്നെന്ന്, പത്രം തലയെ വെച്ച് കെട്ടിയെന്ന്. ഇപ്പം ചില ആൾക്കാർക്ക് പത്രം വെച്ച് കെട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇതെന്നാ പുരാതന കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ? അല്ല, അവർ തലയെ വെച്ചത് എന്നാ? ഉടമ്പടി പത്രമാണ്. എന്നാ തലയെ വെച്ചത്? കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി പത്രമാണ്. നീയും ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നിനക്ക് പത്രം കിട്ടണത്. 25 പത്രമാണ്, 50 പത്രമാണ് നീ കിട്ടണത്. നീയും കർത്താവുമായി ചെയ്ത ഉടമ്പടി. എന്താണ് കർത്താവേ? നിന്നെ വിശ്വസിച്ചു കൊള്ളാം, നിന്നെ സ്നേഹിച്ചു കൊള്ളാം, നിന്നെ പ്രത്യാശിച്ചു കൊള്ളാം. നിന്നെ അറിയാത്തവരെ എൻ്റെ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ഞാൻ അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ദൈവവുമായി ചെയ്ത ഉടമ്പടിയാണ് നിൻ്റെ കയ്യിരിക്കുന്ന പത്രം. അതാണ് ആ പത്രത്തിൻ്റെ പവറാണെന്ന് പറയുന്ന ആൾക്കാരെ. കാര്യം അറിയാൻ മേലാത്തവരെ നമ്മൾ വിമർശിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് പ്രത്യേക വെളിച്ചം കൊടുക്കാത്തവർക്കെല്ലാം ഇതെപ്പോഴും കീറാമുട്ടിയാവും. പക്ഷെ നമുക്ക് കീറാമുട്ടിയല്ല. എന്നാ കാര്യം? നമുക്ക് ഉടമ്പടിയാണത്. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു പത്രം. അത് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയുള്ളതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയുള്ളതുമാണ് കയ്യിരിക്കുന്നത്. ആ തലയെ വെച്ചെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാവോ, ആ വിശ്വാസം ചുമ്മാ ഇങ്ങനെ കയറി പറഞ്ഞൊന്നുമല്ല, കാശ് മുടക്കി പറഞ്ഞിരിക്കുക. ചോദിച്ചാൽ ആദ്യം മൊഴി വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ചെയ്തത് 1 പവൻ്റെ മാലയാണ് ഇങ്ങോട്ട് തന്നത്, ബില്ലുൾപ്പെടെ. അച്ഛൻ്റെ കയ്യിരിക്കണ മാല എന്നോട് പറഞ്ഞു ഒരു മനുഷ്യരോട് പറയരുതെന്ന്, ബില്ലുൾപ്പെടെ തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അവരാ പറഞ്ഞ കാര്യം മുഴുവനും അവർ
വിശ്വസിക്കുന്നു. അല്ലാതെ ഭംഗി വാക്കിന് കയറി പറയണമല്ല അത്. അവിടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്ത്. കാര്യം ഒരു ജലദോഷം വന്നാൽ തന്നെ 2 ദിവസം 3 ദിവസം ഇങ്ങനെ മൂക്കൊലിപ്പുണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഇത് ജലദോഷമൊന്നുമല്ല, തലച്ചോറിലെ വെള്ളമാണ് മുക്കിക്കൂടി പോരണത്. അതിങ്ങനെ പോന്നിട്ട് ഇങ്ങനെ വെള്ളം പോലെ ധാരാളമായിട്ട് വന്ന് ഒരു പണിയും നടക്കാത്ത അവസ്ഥയായി. കർത്താവ് ഈ സംഭവം ഇങ്ങനെ തൊട്ട് അറസ്റ്റ് ചെയ്ത് കളഞ്ഞ്. ഉടമ്പടിയുടെ പവർ അതാ. ഉടമ്പടിക്ക് നമുക്ക് തന്നിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ കൈകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് തൈലമായാലും പത്രമായാലും തിരിയായാലും കാശുരൂപമായാലും. അവർ കാശുരൂപം പ്രാർത്ഥിച്ച് നെഞ്ചിലിട്ടോ. അത് അവരതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവരെന്തുമാത്രം നേരത്തെ നരകിച്ച് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഇതെല്ലാം ദൈവത്തോടുള്ള വിശ്വാസമാണ് ശരിക്കും. എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വെളിവോടുകൂടി ഇത്രയും കൃത്യമായി ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞാനും നിങ്ങളോട് തീരുമാനം എടുക്കണം. എന്താണ്? ഇന്നലത്തെ നാളെ ഞാനായിരിക്കത്തില്ല, നാളത്തെ ഞാൻ. ഇന്നലത്തെ എൻ്റെ വിശ്വാസത്തേക്കാൾ ഇന്നെനിക്ക് വിശ്വാസം ഞാൻ വളരും. ഇന്നലത്തെ പ്രത്യാശയേക്കാൾ ഇന്ന് ഞാൻ പ്രത്യാശ വളരും. ഇന്നത്തെ ദൈവസ്നേഹത്തേക്കാൾ. കാര്യമെന്താണ്? എൻ്റെ കർത്താവ് തന്നെ 3 വട്ടം ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുന്നുവോ, നീ എന്നെ പ്രത്യാശിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് ചോദിച്ചതല്ലേ. ആകപ്പാടെ അറിയാവുന്നത് യോനായുടെ പുത്രനെ ശമയോനെ, നീ എവരെക്കാൾ അധികമായി എന്നെ പക്ഷേ വിശ്വസിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു, പ്രത്യാശിക്കുന്നുവെന്നും കർത്താവ് ചോദിച്ചു. 11:26 നീ എന്നെ നിന്റെ ലാസർ മരിച്ചു, നിന്റെ ആങ്ങള മരിച്ചു, ചീഞ്ഞു, പുഴുവായി, 3 ദിവസം കഴിഞ്ഞു. സ്റ്റിൽ ആർ യു ഹോപ്പ് ഇൻ മീ? ഇപ്പോഴും നീ എന്നിൽ പ്രത്യാശിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ യെസ് മൈ ലോർഡ് എന്നാണ് അവൾ പറയണത്. ഉപകർത്താവേ, ദൈവവേദനെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുർഘടങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഡു യു ബിലീവ്? ഡു യു ലവ്? ഡു യു ഹോപ്പ് മോർ ദാൻ അതേഴ്സ്? കൈയടിച്ച് കർത്താവ് ചൊല്ലുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മന്ദീഭവിച്ച ഞങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകുമാരനും കൃപാസനമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. എൻ്റെ പേര് ശോഭ ആൻ്റണി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ആൻ്റണി. ഞാൻ വന്നത് എനിക്ക് കൃപാസന അമ്മയെക്കുറിച്ച് യാതൊരു വിധ ധാരണയോ വലിയ വിശ്വാസമോ ഒന്നും ഇല്ലാത്തവളായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ വീട്ടിലെൻ്റെ രണ്ടാമത്തെ മകൾ പറയുകയുണ്ടായി, എനിക്ക് 22 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു താമസിച്ചിരുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുകയുണ്ടായി. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി. അപ്പോൾ മാതാവിൻ്റെ അടുക്ക് അമ്മ കൃപാസന അമ്മയുണ്ട്, അമ്മയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് എൻ്റെ മകൾ പറയുകയുണ്ടായി. അപ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരികയുണ്ടായി. ഞാനിവിടെ പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു അനുഭവം ഉണ്ടായി. എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ ആദ്യം 1 മാസത്തിന് മുമ്പേ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാൻ ആദ്യം പള്ളിയിലൊന്നും എല്ലായ്പ്പോഴും ഒന്നും പോകത്തില്ല. പള്ളി മുടങ്ങാറുണ്ട്, ഞായറാഴ്ചകളിൽ പോലും ചിലപ്പം മുടങ്ങാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ മനസ്സിൻ്റെ സാഹചര്യമായിരിക്കാം. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ദൈവവിശ്വാസമുണ്ട്, എങ്കിൽ പോലും ഞാൻ പോകില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു മാറ്റം. ഞാൻ ഫുള്ള് മാറി. ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ എന്നും എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് ഉപ്പ് എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴത്തേന് എനിക്കൊരു 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി.
എൻ്റെ അടുക്കള വശത്ത് ഞാനിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സുഗന്ധം, പൂവിൻ്റെയും കുമിഞ്ചാൻ്റെയൊക്കെ ഒരു സുഗന്ധം എനിക്കുണ്ടായി. അപ്പോൾ ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മകൻ എൻ്റെ കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടം ആരുമില്ല. ആ സമയത്ത് എനിക്ക് പുറകുവശത്ത് നിന്ന് അടിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് വാതിൽക്കലും അല്ല, പുറകു സൈഡിൽ. ഞാൻ എപ്പോഴും അവിടെയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്, പുറകുവശം പാത്രം കഴുകാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള തുണി കഴുകാനും ഒക്കെ. ആ ഒരു സന്ധ്യാസമയം ഒരു 7 മണിയൊക്കെ ആവും, 7-7:30 ആയപ്പോഴത്തേനും എനിക്കൊരു വല്ലാത്തൊരു മണം, സുഗന്ധം പരക്കുകയുണ്ടായി. ആ സുഗന്ധം എനിക്ക് തന്നെ വരുന്ന, ഞാൻ ചുറ്റുവട്ടവും പോയി തുറന്ന് നോക്കി, വാതിൽ തുറന്ന് നോക്കിയപ്പം അവിടെ എങ്ങും ആരുമില്ല. ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കുകയുണ്ടായി, ചേട്ടാ ഇങ്ങോട്ട് ഓടി വാ, നല്ല ഒരു സുഗന്ധം ലഭിക്കുന്നുണ്ട്. അപ്പം ചേട്ടനും വന്ന് നോക്കിയപ്പോഴത്തേനും പരിസരത്ത് ആരും അപ്പുറത്തൊന്നുമില്ല, നല്ലൊരു മണം, ആ പൂവിൻ്റെയും സുഗന്ധം. അങ്ങനെ മാതാവ് എനിക്ക് തോന്നി, മാതാവ് ഇവിടെ ഉണ്ട്, എന്തായാലും മാതാവ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ചേട്ടനും അതുപോലെ എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. 1 മാസം കൂടിയ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ആ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ചേട്ടനും ഇന്നേ വരയ്ക്കും ആ പ്രാർത്ഥനയോ ഒന്നും മുടക്കാതെ തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ലഭിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും എന്ന് പറഞ്ഞുള്ള രീതിയിൽ കരഞ്ഞപ്പോൾ ഒരു ഭവനം എനിക്ക് കാണിച്ചു തന്നു. ഒരു സ്വപ്നത്തിൽ എന്ന കണക്ക് എനിക്ക് ഒരു ഭവനം, അവിടെ പോവാമെന്ന്. അങ്ങനെ മാതാവ് എനിക്കൊരു ഭവനം കാണിച്ചു തന്നു. നല്ലൊരു ഭവനമായിരുന്നു. പക്ഷേ ഞങ്ങളെ പെട്ടെന്നൊരു 30 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. ആ വീട്ടുകാരൻ പറഞ്ഞ്, നിങ്ങൾക്കിപ്പോൾ ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ വേറെ എങ്ങും, അപ്പം ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു കുഞ്ഞു വീട് കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോതിലാണ്. പക്ഷേ ആ 30 ലക്ഷം രൂപ എങ്ങനെയെന്നറിയില്ല കൊണ്ടെത്തിക്കുകയുണ്ടായി. എവിടെ നിന്നില്ലാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ്, സഹോദരി ഞങ്ങൾക്ക് ഒരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പറ്റത്തുള്ളൂ എന്ന്. അത് ഞങ്ങൾ ഏതേലും രൂപത്തിൽ എൻ്റെ പരിശുദ്ധ അമ്മയാ ഇത് കൽപ്പിച്ചത്. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ പൈസ അഡ്വാൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ 30 ലക്ഷം രൂപയും അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാകും. ചെറിയതൊന്നുമല്ല, വലുത്. ഈ 30 ലക്ഷം രൂപ 3 മാസം കഴിയുമ്പോൾ, കരാറ് കഴിയുമ്പോഴത്തേന് അഡ്വാൻസ് എന്ന രൂപത്തിൽ പോകും. അപ്പം ഞാൻ ചിന്തിക്കുകയുണ്ടായി, എൻ്റെ മാതാവേ, ഈ 30 ലക്ഷം രൂപയും ഞാൻ എങ്ങനെ സഹിക്കും? ഇദ്ദേഹം 3 മാസം കഴിയുമ്പോൾ ഞങ്ങളോട് അഡ്വാൻസ് ആയിട്ടല്ലേ വാങ്ങിയതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഫീൽ ചെയ്ത് കരയുകയുണ്ടായത്. കരഞ്ഞ ഒരാഴ്ച കഴിഞ്ഞില്ല, എൻ്റെ ഹൃദയമൊക്കെ അങ്ങ് കല്ലാക്കി. അതെൻ്റെ മാതാവ് തന്ന എനിക്കൊരു അനുഭൂതിയാണ്. ഹൃദയം അങ്ങ് കല്ലായി. ഞാൻ ആകെപ്പാടെ എനിക്കൊരു ഫീലിങ്ങില്ല. അപ്പം മക്കളൊക്കെ പറയാം, മമ്മി 30 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തില്ലേ, നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, എൻ്റെ അമ്മ തരും. ഞാനിങ്ങനെ ഉറക്കെ ഇങ്ങനെ പിള്ളേരോട്, പിള്ളേരെ, അമ്മ തരും. ഇങ്ങനെ ഒരു വിശ്വാസത്തില്ല. അപ്പം പിന്നെ 3 മാസമായി. അദ്ദേഹത്തിനോട് പോയപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ പുതുക്കി വെക്കണേ എന്ന് പറയാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം പറയാണ്, അല്ലല്ല, ഇനി പുതുക്കാനൊന്നും പറ്റത്തില്ല, അത് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയല്ലേ, ഞങ്ങൾക്കിപ്പോൾ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങളുടെ പൈസ ഒങ്ങത്താ, ഇപ്പം പറ്റില്ലെങ്കിൽ പൈസ. അപ്പോഴത്തേനും പറഞ്ഞ്, ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ 1 മാസത്തേക്ക് കൂടെ പുതുക്കി തരാം. 1 മാസം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്കെന്താ, ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി മറ്റേ കാശിരുവ ഞാൻ കൈ കൊണ്ടുപോകും എപ്പോഴും. ആ കാശിരുവ എടുത്തുകൊണ്ട് പോയി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. മാതാവേ, എനിക്ക് ഈ 1 മാസം എന്നുള്ളത് 3 മാസമാക്കി തരണേ. അങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തിന് എന്നെ പെട്ടെന്നൊരു ഒരു കാര്യം ചെയ്യും, 3 മാസത്തേക്ക് എഴുതിത്തരാം. എനിക്കൊരു അത്ഭുതം. ആ സമയത്ത് തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. ആ സമയം അങ്ങനെ ആ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും
അദ്ദേഹത്തിൻ്റെ വീട് വിറ്റാലേ ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കും ബാക്കി പൈസ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. 30 ലക്ഷം രൂപ 55 ലക്ഷം രൂപയ്ക്കാണ്, ബാക്കി 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ 25 ലക്ഷം രൂപ ഏത് വിധേനോ ആ കുടുംബ വീടിൻ്റെ രീതി അനുസരിച്ച് ഒരാൾ കൊണ്ടുവന്ന് അഡ്വാൻസ് തരികയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഓഹരി വീടാണ്. അപ്പം അതിൽ നിന്നുള്ള ആ പൈസ ഞങ്ങൾ വാങ്ങി അപ്പുറത്ത് കൊടുക്കുകയും ആ വീടിന് കൊടുക്കുകയും ഞങ്ങൾ അമ്മ സേഫാക്കി. ആ 55 ലക്ഷം രൂപയ്ക്ക് അന്ന് ലഭിച്ച അനുഗ്രഹം ഇന്നും മറക്കാൻ സാധിക്കില്ല, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഞാൻ കരുതിയതിലും കൂടുതൽ ഒരു 2 നില ഭവനം, 4 റൂമുള്ള, കയറിക്കിടക്കാൻ ഒരു ചെറിയ വീട് മതി എന്ന് കരുതിയ എനിക്ക് അമ്മ തന്നത് ഒരു വലിയ 4 മുറിയുള്ള 2 നില വീടാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചേട്ടനെതിരെ മദ്യപാനിക്കുമായിരുന്നു. അപ്പോൾ ഒരു 33 വർഷം വലിയ ശല്യമില്ലെങ്കിലും മദ്യപിക്കും. പക്ഷേ എനിക്കത് മനസ്സിൽ തോന്നി എനിക്കിത് നിർത്തലാക്കണം. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല അത് നിർത്തലാക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ ആ 30 വർഷം കൊണ്ട് കുടിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ എല്ലായ്പ്പോഴും അല്ല, മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ മദ്യപാനം ഇന്ന് ഉടമ്പടി എൻ്റെ ഭർത്താവ് എടുത്തതിന് ശേഷം ഇന്നേ വരയ്ക്കും മദ്യപാനം എന്നുള്ള ഒരു ഇത് കുടിച്ചിട്ടില്ല. അപ്പം അതിനും ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. പിന്നെ എന്നുള്ളത് എനിക്ക് രോഗശാന്തി ലഭിച്ചു. ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് കയറാൻ സമയത്ത് എൻ്റെ വിരലിൽ കൈ കൊണ്ട് ഒരു ആണിപൊത്ത് കയറി. ആ ആണിപൊത്ത് കയറി 1.5 മാസത്തോളം എനിക്ക് ആ വിരലിനകത്തുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ അടുക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടും എടുത്തിട്ടും ഒന്നും ആ നഖത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന തുരുമ്പ് മാറുന്നില്ല. അപ്പം നഖത്തിനുള്ളിലിരിക്കുകയായിരുന്നു. മാതാവ് തന്നെ എനിക്ക് കാണിച്ച് പറഞ്ഞതുപോലെ ഒരു തോന്നൽ, നീ ആ കൊല്ലത്തെ മാതാ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെന്ന് ആ നഖം ഒന്ന് ഊരിക്കള എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് പോലെ ആ നഖം മാറ്റി എനിക്ക് രോഗശാന്തി ലഭിച്ചു. അത് പിന്നെ അല്ലാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നു, പേര് മാറ്റം എന്ന് വെച്ചാൽ ഒരു പേര് ഹോസ്പിറ്റലിൽ കൊടുത്തു, ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു പേര് വേറെ ഒരു പേരാ കൊടുത്തത്. അത് ഒരു 20 വർഷം കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നലഞ്ഞ് ചോദിച്ചിട്ടും തരാത്ത ഒരു സർട്ടിഫിക്കറ്റ്. ശരിയാകില്ല നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഇതിൽ. അപ്പം ഞാൻ പറഞ്ഞു പേരിതാണല്ലോ, ഞങ്ങൾക്ക് അത് കൊടുത്തപ്പോൾ ഉള്ള മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടും അവരത് അംഗീകരിച്ചില്ല. ഇല്ല, നിങ്ങൾ എങ്ങ് പോയാലും ഈ പേരിന് മാറ്റം സംഭവിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കൃപാസന മാതാവിൻ്റെ ഈ ഉടമ്പടി കാശിരൂപം കൊണ്ടുവന്ന് ഓൺലൈനിലാക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ എന്ന് കൊച്ചിയിൽ പറയുകയുണ്ടായി. കൊച്ചിയിലാണ് ഈ സർട്ടിഫിക്കറ്റ് പോയത്. അവിടെ നിന്ന് വന്നപ്പോഴും അപ്പോഴും ഞാൻ പറയുന്നു, ഈ മേഡം എന്താ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്, നമുക്ക് തരത്തില്ല കിട്ടില്ല എന്നൊക്കെ എന്താ നമ്മൾ കൊടുക്കാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കൃപാസന അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി കാശിരൂപം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരു 4 ദിവസം ഞാൻ അവിടേക്ക് ചെന്ന് തുടർച്ചയായി ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കാശിരൂപം ആ മേശപ്പുറത്ത് വെച്ചു. മേശപ്പുറത്ത് വെച്ചതും അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞങ്ങളെ എടുക്കാത്ത ഓൺലൈനിൽ കൂടെ ആ സർട്ടിഫിക്കറ്റ് ഉടനടി അങ്ങ് ശരിയായി കിട്ടി. അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ കൃപാസന അമ്മയുടെ അതിശയമല്ലേ ഇവിടെ എല്ലാം കാണുന്നത്. അപ്പം എനിക്ക് ഒത്തിരി സങ്കടം വന്നു. എൻ്റെ മാതാവ് അപ്പം എൻ്റെ കൂടെ എങ്ങനെ വസിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട്, ഇനി ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഞാൻ പള്ളിയിൽ പോലും പോകാൻ മടിക്കുന്ന ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുകയാണ്. ഈ മാതാവിനെ വിട്ട് ഞാൻ ഒരിക്കലും ഇനി പിന്തിരിയില്ല. അതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞാൻ ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ മോള് ഖത്തറിലാണ്. ആ മകൾക്ക് ഒരു വേദന വന്ന് ഇങ്ങനെ, മമ്മി എനിക്ക് വയ്യാതാവുന്നു, ഇവിടെ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാനോ എടുക്കാനോ. ഞാൻ മോളോട് പറഞ്ഞ്, മോൾ ആ മൊബൈൽ ഓണാക്കി വെക്ക്,
ഞാനിതാ കാശിരൂപവും ഉടമ്പടി തൈലവും എടുത്തുകൊണ്ട് നീയും അതിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ, ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവളും ആ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ച് അരമണിക്കൂർ കഴിഞ്ഞില്ല മകളുടെ വയറുവേദനയും എല്ലാം അങ്ങ് മാറി, ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഒത്തിരി ഒത്തിരി കുഞ്ഞു കുഞ്ഞു അനുഭവവും വലിയ വലിയ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിലൂടെയാണ് ജീവിക്കുന്നത്. ഇനി ഉടമ്പടി ജീവിതത്തിലോട് തന്നെയായിരിക്കും എൻ്റെ ജീവിതവും. അതുപോലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ യൂട്യൂബ് നോക്കും. പക്ഷേ ഇത്രയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തി എനിക്ക് ലഭിച്ചത് നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെ, ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഞാൻ എപ്പോഴും കേൾക്കും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ഈ അച്ഛൻ്റെ സംസാരവും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ എനിക്ക് മനസ്സിലാക്കി തരും. ഉടമ്പടിയിലോട്ട് നയിച്ച് കൊണ്ടുപോയി എത്തിച്ചത് എൻ്റെ ഈ ജോസഫ് അച്ഛൻ്റെ ഒരു വലിയ ധൈര്യം. ഇനി ഒരു കൃപാസനത്തിൽ ഇങ്ങനെ ഒരു വച്ചൻ ഇനി ഇങ്ങനെ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ മാറി. ഞാൻ ഈ മാറ്റം എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോടും പറയുന്നു, എൻ്റെ ദൈവ മാതാവിനെ വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ കൃപ ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയങ്ങളിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയി അവിടേക്ക് നൈറ്റ് ഡ്രസ്സ്, അവർക്ക് വേണ്ട സോപ്പ്, എണ്ണ, ചീപ്പ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. പിന്നെ ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അതുപോലെ മാസത്തിലൊരു തവണ 10 പൊതി ചോറ് ഞങ്ങൾ എല്ലാ അനാഥ മക്കൾക്കും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വഴിയോരങ്ങളിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഞങ്ങൾ കൈ മടക്കില്ല, എല്ലാവർക്കും കൈ തുറന്ന് ഞങ്ങൾ നൽകാറുണ്ട്. ഇത് എൻ്റെ അപേക്ഷയായി ഞാൻ കാഴ്ചവെക്കുന്നു. പിന്നെ കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പേര് എന്നെ അനുകരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, നിങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നോ, എന്തുകൊണ്ട് നിങ്ങൾ ഈ പത്രം ഇങ്ങനെ കൊണ്ട് നടക്കുന്നു, ഇതൊക്കെ വെറുതെയാ. ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഉടമ്പടിയിലെ ഓരോ സാക്ഷ്യം വായിക്കുമ്പോൾ നിങ്ങൾ കൃപാസനത്തിന് എത്താത്തവർ നിങ്ങൾ വന്നിരിക്കും. പിന്നെ ഈ പറയുന്നവരുണ്ടല്ലോ, മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ പത്രം. അപ്പോൾ ചിലർ ചോദിക്കും ഇത് തലകാണി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എൻ്റെ വിശ്വാസം ഞാൻ പറയുകയാണ്. എല്ലാ കാര്യത്തിലും ഈ ഉടമ്പടി സാക്ഷ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി വീടുകളിൽ എൻ്റെ പിന്നെ ചിലരെ ചോദിക്കത്തുള്ളൂ, ബാക്കി എല്ലാവരും 2 കൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അപ്പം ഇത് എൻ്റെ അപേക്ഷയായി സ്വീകരിച്ചു.